അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്ത്രീകളുടെ ഖബർ സിയാറത്തിനെ കുറിച്ചാണ് സഹോദരൻ്റെ ചോദ്യം. അത് മാതാപിതാക്കളുടേതാവട്ടെ അല്ലാത്തവരുടേതാവട്ടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഖബർ സിയാറത്ത് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും നമ്മുടെ ഇമാമുകളുടെയും അഭിപ്രായപ്രകാരം ഹദീസിൻ്റെ പിൻബലത്തോടുകൂടി പാടില്ല എന്ന് പറയുന്നവരാണ്. ഒരു വിഭാഗം ന്യൂനപക്ഷമാണ്. അവർ അനുവദനീയമാണെന്ന് പറയുന്നവരുണ്ട്. അവർ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖബർ സിയാറത്ത് ചെയ്തല്ലോ എന്നും അതുപോലെ തന്നെ മറ്റു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹോദരി ഖബർ സിയാറത്ത് ചെയ്യുന്നത് കണ്ടപ്പോൾ അവിടെ വെപ്രാളമുണ്ടാക്കുന്ന കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിലങ്ങി അങ്ങനെ കാട്ടരുത് എന്ന് പറഞ്ഞു. അതേസമയത്ത് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല എന്നീ തെളിവുകളൊക്കെ മുമ്പിൽ വെച്ചിട്ട് സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് അനുവദനീയമാണ്. പക്ഷേ വളരെ ഇടുങ്ങിയ അനുവാദമാണ് അവർ നൽകുന്നത്. അഥവാ ഇസ്ലാമിക പർദ്ദയോടുകൂടി മറ്റു അന്യ പുരുഷന്മാർ ഇടകലരാതെ രൂപത്തിൽ സ്വന്തം മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ അടുത്തവരുടെ ഖബറാണെങ്കിൽ കുഴപ്പമില്ലാതെ, അഥവാ ശബ്ദം പൊക്കാതെ, നിയാഹ എന്ന് പറഞ്ഞാൽ അട്ടഹാസിച്ച് മുടിപ്പിച്ച് ചീന്തി ചെയ്യുന്നതായ സ്ത്രീകൾ നിന്നിട്ട് വരാൻ സാധ്യതയുള്ളതായ തെറ്റാണ്. അങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യാതെ രൂപത്തിലാണ് ഖബർ സിയാറത്ത് ചെയ്യുന്നതെങ്കിൽ അത് അനുവദനീയമാണ് എന്ന് ഒരു വിഭാഗം ന്യൂനപക്ഷം അവർ പറയുന്നവരുണ്ട്. സഹിഹായ അഭിപ്രായത്തിലും ബഹുഭൂരിപക്ഷത്തിൻ്റെ നിഗമനം അനുസരിച്ചിട്ടും തെളിവ് നോക്കുകയാണെങ്കിലും ഖബർ സിയാറത്ത് സ്ത്രീകൾ ഒഴിവാക്കുകയാണ് ഉത്തമമായ രീതി. അവർ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അവരിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കാം. സുജൂദിൽ കടന്നിട്ടും പ്രാർത്ഥിക്കാം, അള്ളാഹുവിനോട് അപ്രകാരം തന്നെ അല്ലാതെയും പ്രാർത്ഥിക്കാം. ഖബറിലേക്ക് തന്നെ പോകേണ്ടതില്ല. ഖബറിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾ പോകുന്ന സന്ദർഭത്തിൽ മറ്റു പല തെറ്റുകളും മറ്റു ഇസ്ലാം വിരോധിച്ചതായ പല പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്നത് കാരണത്താലാണ് അത് തടയപ്പെട്ടത്. അതുകൊണ്ട് ഖബർ സിയാറത്ത് ഒഴിവാക്കലാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉത്തമമായ രീതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.